ഹലോ ഗൈസ്, അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കാൻ പറ്റിയ ടൈം വന്നിരിക്കുകയാണ്. ഭയങ്കര പ്രൈസ് ഡ്രോപ്പായിട്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വന്നിരിക്കുകയാണ്. ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സൈസും ഓൾറെഡി വന്നു. അപ്പോൾ കിട്ടാത്തവർ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറയാൻ പോകുന്ന ഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണ്ടവർക്ക് പറ്റിയൊരു സാധനമാണ് പിക്സലിൻ്റെ ഒരു ഓഫറാണ്. 74,999 വന്ന പ്രൈസാണ്. പിന്നെ അതിപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസമായിട്ട് 64,999 ആണ് വിറ്റുകൊണ്ടിരുന്നത്. ആ ഒരു പ്രൈസിൽ നിന്ന് 24,000 ഡിസ്കൗണ്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു 37,999 വന്നേക്കുന്നത്. ഈ പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഫോണാണ് പിക്സൽ 10. അത് നമുക്ക് 2,000 രൂപയുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് 1,000 രൂപ. നിങ്ങളുടെ ഫോണിൻ്റെ വാല്യൂ അനുസരിച്ച് അത് മാറും. പിന്നെ 1,000 രൂപ എന്തായാലും കിട്ടും. അങ്ങനെ 35,000 രൂപ നമുക്ക് കിട്ടും. ഈ 35,000 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം. കാരണം 6.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ 6 വർഷത്തെ OS അപ്ഡേറ്റ് ഉണ്ട്. ഗൂഗിളിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. എപ്പോഴാണോ ഗൂഗിൾ OS ഇറക്കുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു മാസത്തിൽ തന്നെ ബീറ്റ വേർഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ USB 3.2 ആണ് വരുന്നത്. DDR5 5x RAM. പക്ഷേ UFS സ്റ്റോറേജ് 3.1 വരുന്നുള്ളൂ. അത് അത്യാവശ്യം നല്ലതാണ്. ക്യാമറ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയിൽ ഒരു 48 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ, പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 10.5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാം. 8K ഒന്നും പറ്റുന്നില്ല. 4K 60 FPS ലോഗിലും പറ്റുന്നില്ല. ഇതൊരു കാഷ്വൽ യൂസറിന് വിത്ത് ഗുഡ് ക്യാമറ വേണ്ടവർക്ക് പറ്റിയതാണ്. എന്നാലും കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളും എയുടെ കളികളാണ്. നമുക്ക് ഒബ്ജക്റ്റ് എറേസർ തൊട്ട് ആഡ്മി ഫീച്ചർ എല്ലാ ഫീച്ചേഴ്സും നിലവിലുണ്ട്. ഇപ്പോഴത്തെ പിക്സൽ 10 വന്ന കുറേ AI ഫീച്ചേഴ്സ് ഇതിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 37,000 രൂപയ്ക്ക് നമുക്ക് 12GB 256GB ആണ് കിട്ടുന്നത്. പല മോഡൽസും 128 8GB ആണ് കിട്ടുന്നത്. ഇതിൽ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ അടിപൊളി ഒരു ഡീലാണ്. നിങ്ങൾ ഗെയിമേഴ്സ് അല്ലെങ്കിൽ ഒരു കാഷ്വൽ യൂസർ വിത്ത് കുറച്ച് ഗെയിം കളിക്കാൻ പറ്റത്തില്ലെന്നല്ല, കുറച്ച് ഗെയിംസ് കളിക്കാൻ ബെറ്റർ ദാൻ പിക്സൽ 10. പിക്സൽ 10-നെക്കാട്ടിലും ബെറ്റർ ഫോണാണ്. ഈ പറഞ്ഞ 6 years ഓഫ് അപ്ഡേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയൊരു 5 വർഷത്തെ അപ്ഡേറ്റ് ബാലൻസ് ഉണ്ട്. 5-4 വർഷത്തെ അപ്ഡേറ്റ് ബാലൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീലാണ് ഈ പറയുന്നത്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ ഫോണാണ്. സാംസങ് ആരാധകർ കാത്തിരിക്കുന്ന ഒരു ഫോണായിരുന്നു S24ന്റെ സ്നാപ്ഡ്രാഗൺ വെർഷൻ. നേരത്തെ എക്സിനോസ് ആയിരുന്നു. ഈ വർഷം അവർ എക്സിനോസ് മാറ്റിയിട്ട് സ്നാപ്ഡ്രാഗൺ പഴയ ഡിവൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സെയിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 39,999. 40,000 രൂപയാണ് പ്രൈസ്, ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലും 2,000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് വരുന്നില്ല, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. 6.2 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. കുറച്ചുകൂടെ ചെറുതാണ് പിക്സൽ 10-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ DDR5 5x RAM, 120GB വരുന്നുള്ളൂ. ബേസ് സ്റ്റോറേജിനാണ് ഈ പ്രൈസ് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ 2 പീസസ് എങ്കിലും മിനിമം എടുത്തിരിക്കണം. പക്ഷേ ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് SD കാർഡോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ 8GB 128 വരത്തുള്ളൂ. 40,000 രൂപയ്ക്ക്. UFS സ്റ്റോറേജ് 3.1 വരുന്നുള്ളൂ. UFS 4 വേണമെങ്കിൽ 2 പീസസ് എടുക്കണം. അതിന് 44,000 രൂപയാവും പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് 120 കിട്ടുന്നുള്ളൂ. അതൊരു പിക്സലിന് അഡ്വാൻറ്റേജ് ആണ് അവിടെ വരുമ്പോൾ. 4000 mAh ബാറ്ററി വരുന്നുള്ളൂ. 25 വാട്ടിൻ്റെ ചാർജറേ വരുന്നുള്ളൂ. സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറയിൽ ഒരു 50 മെഗാ പിക്സൽ, ഒരു 12 മെഗാ പിക്സൽ, ഒരു 10 മെഗാ പിക്സലിൻ്റെ ക്യാമറ. ഇങ്ങനെ 3 ക്യാമറാസ് ആണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ, ടെലിഫോട്ടോ ലെൻസ് അങ്ങനെ പോകുന്നുണ്ട് ക്യാമറാസും കുഴപ്പമില്ല. നമുക്ക് റിയലിൽ നമുക്ക് 8K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് 4K 60 FPS വരത്തുള്ളൂ. ലോഗ് ഫോട്ടേജ് നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കും. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 8GB 128 വരുന്നുള്ളൂ. അത് ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നല്ലൊരു ഡിവൈസ് ആണ്. അടിപൊളി ഡീലാണ്. പക്ഷേ ബാറ്ററി ലൈഫ് വളരെ മോശമാണ്. ഒരു 5-6 മണിക്കൂർ കഷ്ടിച്ചേ കിട്ടത്തുള്ളൂ. 5 മണിക്കൂർ കിട്ടുന്നുണ്ട്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ S24 Ultra. അടിപൊളി ഒരു ഡീലാണ് വന്നേക്കുന്നത്. കാരണം നിങ്ങൾ S25 Ultra എടുക്കുന്നതിനേക്കാളും ബെറ്റർ ആണ്. 71,999. ഇത് ആമസോണിലാണ് വന്നേക്കുന്നത്, മറ്റേ ഫ്ലിപ്കാർട്ടിലായിരുന്നു. ഇത് ആമസോണിലാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ ഒരു 4,000 രൂപയുടെ SBIയുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓഫേഴ്സ് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം. ലോകത്തിൽ പിക്സലിന്റെ 9 ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഗെയിമിങ്ങും കാര്യങ്ങളും ഡിസ്പ്ലേ കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ബസൽസ് കുറഞ്ഞ ഡിസ്പ്ലേ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ S24 എടുക്കാം. ഓൾറൗണ്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ഇല്ലാത്ത ഓൾറൗണ്ടർ വേണമെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോഗ്രാഫി അത്രയ്ക്ക് പ്രയോറിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സൽ 9 പോയാൽ മതി. അടിപൊളി ഡീലാണ്. കുറേ പേർക്ക് ഇത് കൺഫ്യൂഷനാണ് ഏതെടുക്കണമെന്ന്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആമസോണിലെ ഫോണിലാണ് പറയുന്നത്. iQന്റെ 13. അടിപൊളി ഒരു ഡീലാണ് iQ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 50,000 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം.
55,000 ആണ്, അത് 50-ന് താഴെ കിട്ടും. 4,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എല്ലാത്തിലും വരുന്നുണ്ട്. SBIയുടെ കാർഡിനാണ് ഓഫേഴ്സ് വന്നേക്കുന്നത്. മിക്കവരുടെ കയ്യിലും SBI കാർഡ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെബിറ്റ് കാർഡ് ഉള്ളവർ ഇത് ഈ പ്രൈസിന് യൂട്ടിലൈസ് ചെയ്യുക. 4,000 രൂപ നിങ്ങൾക്ക് മൈനസ് കിട്ടുമ്പോൾ ഏകദേശം ഒരു 50,000 റുപ്പീസിന് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ, കാരണം 8 ഇലൈറ്റിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. ഒരു 6.7 ഇഞ്ചിൻ്റെ ഒരു 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, 6000 mAh ബാറ്ററി, ഒരു 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ്. 3 ക്യാമറയും 50 മെഗാ പിക്സലാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. മോശമായിട്ടുള്ള ക്യാമറയല്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അവിടെ 4K 60, റിയൽ നമുക്ക് 8K 30 FPS എടുക്കാൻ സാധിക്കും. ലോഗ് ഫോർമാറ്റ് വരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് 8K 30 FPS എടുക്കാൻ സാധിക്കും. പിന്നെ എല്ലാം ഒരു BMW എഡിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഡീലാണ്. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണ് ഇച്ചിരി പുറവ് പറയുന്നത്. പക്ഷേ വിവോയുടെ X300 ഇറങ്ങി കഴിയുമ്പോൾ ഒറിജിൻ OS മിക്കവാറും IQലും വരും. അപ്പോൾ അതുകൂടെ വരുമ്പോൾ കുറേ കൂടെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ പുറയിൽ നിൽക്കുന്ന OSൽ IQ ആണ്, പക്ഷേ IQ മെച്ചപ്പെട്ട് വരും. കാരണം ഒറിജിൻ OS കൂടെ വന്നു കഴിഞ്ഞ് IQ ലെവൽ മാറും. നിങ്ങൾക്ക് ഈ കുറച്ചുകൂടെ ബെറ്റർ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അടുത്തൊരു ഫോണാണ് OnePlusൻ്റെ 13. എൻ്റെ ഈ വർഷത്തെ ബെസ്റ്റ് ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. 61,999 ആണ് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ 70,000 റുപ്പീസ് വന്നൊരു ഫോണാണ്. 10,000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് SBIയുടെ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. SBIയുടെ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4,000 റുപ്പീസ് നിങ്ങൾക്ക് ഡെബിറ്റിനും ഉണ്ട് ക്രെഡിറ്റിനും ഉണ്ട്. അപ്പോൾ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കാണും. OnePlusൻ്റെ 13ൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഒരു കോഡ് കർവ് ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷൻ വിത്ത് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്ന അടിപൊളി ഡിസ്പ്ലേ ആണ്. ഈ വർഷത്തെ 10 ബിറ്റ് വരുന്ന ഒരു ഫാന്റാസ്റ്റിക് ഡിസ്പ്ലേ ആണ്. ഞാൻ S25 അൾട്രയെക്കാളും ബെറ്റർ ഡിസ്പ്ലേ എന്ന് പറയും. ഓക്സിജൻ OS ആണ് വരുന്നത്. 4 വർഷത്തെ അപ്ഡേറ്റ്. ഇനി ഒരു 3 വർഷം കൂടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഹസാബ്ലാഡിന്റെ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ, 60 FPSഉം 8K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ, ലോഗിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഫ്രണ്ടിൽ 4K 60 FPS വരുന്നുള്ളൂ. 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. അടിപൊളി ഡീൽ എന്ന് പറയാം. IP68, 69 റേറ്റിംഗ് എല്ലാം വരുന്ന ഒരു കിടുക്കൻ ഒരു ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാം. ഈ വർഷത്തെ എൻ്റെ ബെസ്റ്റ് ഫോണാണ്, വാല്യൂ ഫോർ മണി. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം S24 FE എന്ന് പറഞ്ഞ ഫോണാണ്. അത് അടിപൊളി ഫോണാണ്. 30,000 രൂപയ്ക്ക് കിട്ടും. നിങ്ങൾക്ക് 44,000 50,000 രൂപ റേഞ്ച് വന്നുകൊണ്ടിരുന്ന ഒരു ഫോണാണ്. 44,000 കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ വിറ്റത്. ആ പ്രൈസിന് ഇപ്പോൾ ഒരു 30,000 രൂപയ്ക്ക് വന്നേക്കുവാണ്. ഫാൻ എഡിഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഫോണാണ്. എക്സിനോസിൻ്റെ 2400 FE എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. അത്യാവശ്യം 1.5 ഫുൾ HD പ്ലസ് റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ 1 UI ആണ് വരുന്നത്. 6 years അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, ഒരു 10 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, അങ്ങനെ 3 ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ 4K 60 നമുക്ക് എടുക്കാം. 32 മെഗാ പിക്സലിൻ്റെ ക്യാമറ. റിയൽ ക്യാമറയിൽ നമുക്ക് 8K 30 FPS എടുക്കാം. ലോഗിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓൾ റൗണ്ടറാണ്. ഈ ഒരു ബഡ്ജറ്റിൽ 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്യാമറ എൻട്രിക്ക് ഫോൺ വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു അടിപൊളി ഡിവൈസ്. 8GB 128 ഈ ഒരു ഓഫർ വന്നേക്കുന്നത് 30,000 രൂപയ്ക്ക്. ഗ്രീൻ ലൈൻ ഇഷ്യൂ കൊണ്ടാണ് അധികം ഞാൻ സാംസങ്ങിൻ്റെ ഫോണുകൾ പറയാത്തത്. പക്ഷേ ഇതൊരു അടിപൊളി ഡീലാണ്. നിങ്ങൾ ഗ്രീൻ ലൈൻ ഉള്ളവർ, ഗ്രീൻ ലൈൻ വരാതിരിക്കാൻ ഒരു അഡ്വൈസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോൺ കിട്ടുമ്പോൾ ഉള്ള മെയിൻ അപ്ഡേറ്റുകൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ളത് ഓഫ് ചെയ്തിടുക. പിന്നെ S24 അൾട്രയ്ക്ക് നല്ലൊരു ഓഫറുണ്ട്. അൾട്രയ്ക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഫോൺ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡൊക്കെ കൊണ്ടുപോയ ഫോണാണ്. പലരുടെയും ഫേവറേറ്റ് ഫോണായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വെച്ചാൽ 71,999 ആണ്. 1,30,000 രൂപയുടെ ഫോണായിരുന്നു. ഈ വർഷം നല്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്. 8 Gen 3 ആണ് വരുന്ന പ്രോസസർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസർ ആയിട്ടുള്ള 8 Gen 3 ആണ്. പിന്നെ ബ്ലൂടൂത്ത് പെയറിംഗ് പെന്നുണ്ട്. ഇപ്പോഴത്തെ ഇതിനകത്തിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് ഇല്ലാത്ത പെന്നാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ട് പെന്നുണ്ട്. പെൻ ജസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. എല്ലാം കൊണ്ടും ഒരു അടിപൊളി 6.9 ഇഞ്ച് വരുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഒരു 2K റെസൊല്യൂഷൻ്റെ 120 ഹെർട്സിൻ്റെ LTPO പാനലാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾക്ക് ഈ പ്രൈസിന് എടുത്താൽ ഇനി ഒരു 4-5 വർഷത്തേക്ക് അപ്ഡേറ്റ് കിട്ടും. ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വേറെ ഫോൺ നോക്കുകയോ വേണ്ട. പക്ഷേ ബാറ്ററി ലൈഫാണ് ഒരു 5000 mAh വരുന്നുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് അല്ല, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. 2025 നോക്കുവാണെങ്കിൽ ബാറ്ററി ലൈഫ് അത്യാവശ്യം ഒരു 5-6-7-8 മണിക്കൂർ കിട്ടും. അത്രയും നമുക്ക് പ്രതീക്ഷിച്ച ഒരു 6 മണിക്കൂർ കണ്ടിന്യൂസ് 7 മണിക്കൂറൊക്കെ കിട്ടാം മാക്സിമം. അത്രേ കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ ചൈനീസ് സ്മാർട്ട് ഫോണിൻ്റെ കൂട്ട് ബാറ്ററി ലൈഫ് വളരെ കുറവായിരിക്കും. പക്ഷേ ലോങ് ലൈഫ് ആയിരിക്കും. സിലിക്കൺ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലൈഫ് അല്ല, പക്ഷേ ഈ ബാറ്ററി ലോങ് ലൈഫാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ സാംസങ് അടുത്ത സീരീസിലും സിലിക്കൺ വെക്കാൻ സാധ്യതയില്ല. അതിൻ്റെ അടുത്ത സീരീസിലൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം. വലിയ മാറ്റങ്ങൾ S25 S26 അൾട്രയിൽ വരുന്നില്ല. അതുകൊണ്ട് ആ ഡിസൈൻ ചേഞ്ച് മാത്രമേ ഉള്ളൂ. 8 വരുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. വേറെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് S24 അൾട്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാം. ഇത്രയൊക്കെയാണ് വമ്പൻ ഓഫറുകൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ.
പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുമോ, ഒന്ന് ഷെയർ ചെയ്യുമോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം.